ഹായ്ഡാ, എക്സാം ഒക്കെ എഴുതിയിട്ട് വീട്ടിൽ ഇരിക്കുകയല്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ? അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാവും. എങ്കിലും ചില ആൾക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് എന്ന് ഞാനൊന്ന് അറിഞ്ഞിരുന്നു കേട്ടോ. അതായത് ചില എക്സാംസിൽ പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച് മാരത്തോൺസ് മാത്രം കണ്ടിട്ട് പോയ ആൾക്കാർക്ക് മുഴുവൻ എക്സാംസിൽ അത്ര നന്നായിട്ട് അങ്ങോട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നാണൊന്ന് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഞാൻ ഈ മാരത്തോൺസിൽ കൂടെയൊക്കെ ഒന്ന് കണ്ണോടിച്ചിരുന്നു. മാരത്തോൺ നടക്കുന്ന സമയത്ത് എന്താ പറയാ, നിങ്ങളുടെ ക്ലാസ്സസ് പല പല എന്താ പറയാ ആൾക്കാരും നടത്തിയ ക്ലാസ്സസിൽ കൂടെയൊക്കെ ഞാനൊന്ന് കണ്ണോടിച്ചിരുന്നു. അപ്പൊ മെജോറിറ്റി ഓഫ് ടൈം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ വ്യൂവേഴ്സ് വെയർ വെരി ഹൈ. ഒരുപാട് കുട്ടികൾ വന്നിട്ട് മാരത്തോൺ കാണുന്നുണ്ട്. അവര് അടുത്ത ദിവസത്തെ എക്സാം എഴുതാൻ വന്നു. ഈവൻ രാത്രി 2 മണി 3 മണി സമയം വരെ എന്ത് ചെയ്യുന്നു, മാരത്തോൺ ഒക്കെ കണ്ടിട്ട് എക്സാം എഴുതി നല്ല മാർക്കുകൾ വാങ്ങാൻ പോകുന്നുണ്ട്. എന്റെ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, ഇങ്ങനെ മാർക്ക് വാങ്ങിക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ പറയുന്ന മാർക്ക് കൊണ്ട് ഒരു ഗുണമുണ്ടാവുക? ഇത് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. കേരളത്തിലെ എല്ലാ കുട്ടികളും അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാരത്തോൺ ക്ലാസ്സസ് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, പക്ഷേ മാരത്തോൺ ക്ലാസ്സസ് ഒരു റിവിഷന് മാത്രമായിട്ട് യൂസ് ചെയ്യുക. അതായത് നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ സ്കൂൾ ഗോയിങ് സമയത്ത് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് കാര്യങ്ങൾ പഠിച്ച് നന്നായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം എക്സാമിന്റെ തലേ ദിവസം ഈവൻ ഉറങ്ങേണ്ട സമയമാണ് നിങ്ങൾ, അല്ലെ? ഒരു രാത്രി 9 മണിക്ക് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ നല്ല ഫ്രഷ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതേണ്ട ആൾക്കാരാണ്. അവർ രാത്രി 2 മണി 3 മണി സമയം വരെ ഇരുന്നിട്ട് ക്ലാസ്സുകളൊക്കെ കണ്ട് ലേറ്റ് നൈറ്റ് സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ടാണ് എന്തിനു പോകുന്നത്, എക്സാമിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ പെർഫോമൻസിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം, മാരത്തോൺസിന് ഞാൻ ഒരിക്കലും തള്ളി പറയുന്നില്ല. നിങ്ങൾ മാരത്തോൺസ് കാണുക, അതൊരു റിവിഷൻ ആയിട്ട് കാണുക, അല്ലാതെ എക്സാമിന് ടോപ്പർ ആവാൻ വേണ്ടിയിട്ട് മാരത്തോണിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അത് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് എന്താണ് നമ്മളുടെ ഈ പറയുന്ന നമ്മുടെ ടീച്ചിങ് ഫീൽഡിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളുടെ പഠനത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിനൊക്കെ ഒരു കാരണമുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന സീരീസുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ +1 +2 സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ, നിങ്ങളൊരു പുതിയ സ്റ്റഡി പാറ്റേൺ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അതായത് ഇനിഷ്യലി പഠിച്ച് നീറ്റ് അല്ലെങ്കിൽ JEE പോലുള്ള വലിയ വലിയ എക്സാംസ് എഴുതി നല്ല മാർക്ക് നേടാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നല്ല കോഴ്സുകൾ എടുക്കാനോ താല്പര്യമുണ്ട് എങ്കിൽ, കോഡ് നിങ്ങളുടെ മുന്നിലേക്ക് അടിപൊളി കോഴ്സസ് നിങ്ങൾക്ക് വയ്ക്കുന്നുണ്ട്. ആ കോഴ്സുകൾ ഒരിക്കലും ഒരു തട്ടിക്കൂട്ടിയ പരിപാടിയൊന്നും അല്ല. അതായത് നിങ്ങളെ ജസ്റ്റ് തലേ ദിവസം 2 ക്വസ്റ്റ്യൻസ് പറഞ്ഞതെന്ന് വിട്ട് നിങ്ങൾ പോയി അത് എഴുതി അതിൽ നിന്ന് മാർക്ക് ഉണ്ടാക്കി നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവും. നിങ്ങളും സാറ്റിസ്ഫൈഡ് ആവും, നിങ്ങളുടെ പാരന്റ്സും സാറ്റിസ്ഫൈഡ് ആവും, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പക്ഷേ അതിന്റെ ഭാവി എന്ന് പറയുന്നത് 0 ആണ്. അതായത് നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കാനോ, നിങ്ങൾ തന്നെ നോക്കുക. ഇപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ കാര്യം, കഴിഞ്ഞ വർഷം വരെ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള കുട്ടികളുടെ പ്രാതിനിധ്യം വളരെ കൂടുതലായിരുന്നു. എന്നാൽ CUET എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള ഒരു എക്സാം വന്നപ്പോ കേരളത്തിലെ പ്രാതിനിധ്യം വല്ലാണ്ട് അങ്ങോട്ട് കുറഞ്ഞു. അതിന് കാരണം എന്താണ്? കോമ്പറ്റീറ്റീവ് വേൾഡിലേക്ക് വരുമ്പോൾ കേരളത്തിലെ കുട്ടികൾ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ നാളെ ഒരു വീക്കർ തലമുറയായിട്ട് മാറ്റണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം, അതോ ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള അടിപൊളിയായിട്ട് കൺസെപ്റ്റ്സ് മനസ്സിലാക്കി പഠിക്കാൻ കഴിയുന്ന ഒരു തലമുറയായിട്ട് മാറ്റണമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. കോഡ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, ഇപ്പോഴുള്ള പാറ്റേണിൽ ഒരു മാറ്റം വരണം, വളരെ അത്യാവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഡേഞ്ചറസ് ട്രെൻഡ്. അതുകൊണ്ട് മാത്രം നിങ്ങളോട് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്ന വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് കുട്ടികളെ മാത്രം എടുത്ത് വി ഹാവ് ടു ഷോ ഇറ്റ്. നമ്മളത് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താണ് ആ മാറ്റം എന്നുള്ളത്. അതിനുവേണ്ടി കാത്തിരിക്കുക, വെയിറ്റ് ആൻഡ് സീ.